നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന T20 ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ സർപ്രൈസായി നമ്മുടെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ഈ ടീമിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർപ്രൈസ്. അതിനൊപ്പം തന്നെ റിങ്കു സിംഗിനെ പോലുള്ള താരങ്ങൾ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സർപ്രൈസ് ഇഷാൻ കിഷന്റെ തിരിച്ചുവരവാണ്. അപ്പോൾ ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ലോക കിരീടം നേടിയതാണ് T20 ലോകകപ്പിൽ. അതിനുശേഷം നടക്കുന്ന ഈ ലോക കിരീടത്തിൽ സൂര്യകുമാർ യാദവ് തന്നെ ഇന്ത്യയെ നയിക്കുന്നു. അതിനൊപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള വാർത്ത, സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം അദ്ദേഹം മനോഹരമായ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചിരുന്നു. സഞ്ജു സാംസൺ ഈ ടീമിൽ ഓപ്പണറായി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം. അപ്പോൾ എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ, അതിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ. ജയേഷ്, എങ്ങനെ കാണുന്നു ഈ ടീമിനെ? ഉറപ്പായിട്ടും നമ്മൾ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നതിനേക്കാളേറെ ആഗ്രഹിച്ച ഒരു ടീം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ശുഭ്മാൻ ഗില്ലിനെ വെട്ടിയിട്ട് ഒരു ടീം എന്നുള്ളത് നമ്മളുടെ പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് ഒരു ലോകകപ്പ് ടീം, അടുത്തൊരു സീരീസിലേക്കുള്ള ടീമാണെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിന് ഒരു ഒന്ന് ഫ്രീ ആയി ഒന്ന് കാമായിട്ട് തിരിച്ചു വരാനുള്ള സമയമായിട്ട് കാണണം. പക്ഷേ ഇതൊരു ലോകകപ്പ് ടീമിൽ നിന്നാണ് അത്രയും പ്രിയപ്പെട്ട ശുഭ്മാൻ ഗില്ലിനെ വെട്ടുന്നത് എന്നുള്ളത് അത് തന്നെയായിരിക്കും നല്ലത്. മീൻസ് അദ്ദേഹം അത് തന്നെയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹം ടെസ്റ്റിലും വൺഡേയിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു, ബാറ്ററായിട്ടും ക്യാപ്റ്റനായിട്ടും. അപ്പോൾ അത് ആ ഫോർമാറ്റിൽ കളിക്കട്ടെ. ഈ ഫോർമാറ്റിലേക്ക് ഇടിയല്ല നടക്കുന്നത്. അത്രയും പ്ലെയേഴ്സ് ഇപ്പോൾ തന്നെ പുതിയ ആഡ് ഓൺ ചെയ്ത താരങ്ങൾ, ഒന്ന് റിങ്കു സിംഗ് ഒരു ഡെവലക്കേഷൻ വരുന്നു, ഇഷാൻ കിഷൻ 2 വർഷത്തിന് ശേഷം മടങ്ങി വരുന്നു. ഈ 2 ആഡ് ഓൺ ഇത്രയും നല്ല പ്ലെയേഴ്സ്. അതിൽ തന്നെ ഇഷാൻ ഓപ്പണിംഗ് കളിക്കുന്ന താരമാണ്. പക്ഷേ ഇഷാൻ ഈ വേൾഡ് കപ്പിൽ എന്തായാലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവില്ല. ഓപ്പണിംഗ് സ്ലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ വലിയ സന്തോഷം. MSK നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു സാംസന്റെ ഒരു വരവ് നമുക്ക് മാത്രം, മലയാളികൾക്ക് മാത്രമല്ല, അത് ഇന്ത്യക്ക് ഒന്നാകെ ഇപ്പോൾ വലിയ, കാരണം ഇന്ത്യക്ക് മൊത്തം പ്രിയപ്പെട്ട താരമായി സഞ്ജു മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വരുന്ന BCCI പോസ്റ്റുകൾക്ക് അടിയിൽ വരുന്ന കമൻറ്റുകൾ അറിയാം. അത് മലയാളികളല്ല ഇതിൽ ഭൂരിഭാഗവും വരുന്നത്. കൂടുതൽ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ സഞ്ജുവിന് വേണ്ടി വാദിക്കാറുണ്ട്, ഇടാറുണ്ട്. ഗിൽ റിമൂവ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനായിരിക്കും കൂടുതൽ ലൈക്ക് വരുന്നത് ആ കമൻറ്റുകളിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഒരു ഇന്നിങ്സ് വളരെ ക്രൂഷ്യൽ തന്നെയായിരുന്നു. ആ ഒരു 37 റൺസിന് സഞ്ജുവിൻ്റെ കരിയറിൻ്റെ വിലയുണ്ടായിരുന്നു. ഇന്നലെ ഒരു പക്ഷേ അദ്ദേഹം സിംഗിൾ ഡിജിറ്റിനാണ് പുറത്തായിട്ടുണ്ടായിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ കിട്ടിയൊരു ക്രൂഷ്യൽ അവസരം, പരമ്പര സ്വന്തമാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് സഞ്ജുവിനെ സുഖമായിട്ട് അവർക്ക് ഒഴിവാക്കാമായിരുന്നു. പകരം ഗില്ലിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ സഞ്ജു കിട്ടിയ അവസരം മുതലാക്കിയത് മാത്രമല്ല, ടീമിന് ഒരു ഏഷ്യ കപ്പിന് ശേഷം ടീമിനുണ്ടായിരുന്ന ഒരു മൊമെൻറ്റം കളഞ്ഞു പോയൊരു സമയമായിരുന്നു. അത് കൃത്യമായിട്ട് ഒരൊറ്റ മത്സരം കൊണ്ട് സഞ്ജു തിരിച്ചു കൊണ്ട് വന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ, അതായത് അഭിഷേക് നമുക്കറിയാം ഒരു റെഡ് ഹോട്ട് ഫോമിൽ കളിക്കുന്ന താരമാണ്. പലപ്പോഴും അഭിഷേകിനേക്കാളും സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തുടക്കം കിട്ടിയ അവസരത്തിൽ, അതായത് സഞ്ജുവിന് എത്രത്തോളം സമ്മർദ്ദത്തിലായി അത് കാണുന്ന നമുക്ക് എത്ര സമ്മർദ്ദമുണ്ട്, അതിൻ്റെ എത്രയോ ഇരട്ടി സമ്മർദ്ദത്തിലാണ് അയാളൊരു ക്രൂഷ്യൽ മാച്ചിൽ അഹമ്മദാബാദിൽ കളിക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹം യാൻസനെ ഒരു 6 അടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. യാൻസൺ നമുക്കറിയാം എപ്പോഴും സഞ്ജുവിനെ വിഷമിപ്പിക്കാറുള്ള പ്ലെയറാണ്. പക്ഷേ യാൻസനെ 6 അടിച്ച് തുടങ്ങി, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ സഞ്ജു പുറകോട്ട് പോയിട്ടില്ല. പിന്നെ സഞ്ജുവിന് വേണമെങ്കിൽ സേഫ് ആക്കാമായിരുന്നു. തൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റിലേക്ക് ഓവറായിട്ട് നോക്കാതെ ശരാശരി മാത്രം വെച്ചുകൊണ്ട് ഒരു സേഫായിട്ട് കളി കളിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം ടീമിന് ഏറ്റവും നല്ല തുടക്കം നൽകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇന്ത്യ 4 ഓവറിൽ 50 കടന്നു. പവർ പ്ലേയിൽ ഇന്ത്യ 60 കടന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് പെയർ 50 കടക്കുന്നതെന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അഭിഷേകിന് പറ്റിയ കൂട്ട് ഓപ്പണിങ്ങിൽ സഞ്ജു തന്നെയാണെന്നുള്ളത് ഇന്നലെ ഒരൊറ്റ മത്സരം കൊണ്ട് തെളിയിച്ചു. ഇന്ത്യ പരമ്പരയെ സ്വന്തമാക്കി. സഞ്ജുവും അഭിഷേകും തുടങ്ങിയ ഒരു നല്ല തുടക്കത്തിൽ നിന്ന് തന്നെയാണ് പിന്നീട് എത്തിയ തിലകനായാലും ഹാർദിക്കിനായാലും ഒക്കെ ആ രീതിയിൽ ആഞ്ഞടിക്കാൻ കഴിഞ്ഞതും ഇന്ത്യ ഒരു മാമൂത്ത് സ്കോർ ഉയർത്തിയതും. അപ്പോൾ സഞ്ജു കിട്ടിയ ആ അവസരം കൃത്യമായി മുതലാക്കി സഞ്ജുവിനെ അതിൽ ടീമിലേക്ക് എടുത്തു. നമ്മൾ എല്ലായ്പ്പോഴും ടാക്ടിക്സ് നമുക്ക് വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങളെപ്പോഴും അഗാർക്കറിനെയും ഗംഭീറിനെയും കുറ്റം പറയാനാണല്ലോ. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ അഗാർക്കറിനും ഗംഭീറിനും നന്ദി പറയണമെന്ന് തോന്നുന്നു അല്ലേ? താങ്ക് യു. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനം സഞ്ജു വന്നു എന്നുള്ളതിനൊപ്പം തന്നെ രാജകുമാരനെ പുറത്താക്കിയിരിക്കുകയാണ്, പ്രിൻസിനെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പലപ്പോഴും ഗൗതം ഗംഭീറിനെയും അതുപോലെ തന്നെ അജിത് അഗാർക്കറിനെയൊക്കെ പറയാറുണ്ട്, അവരുടെ സെലക്ഷൻ വളരെ മോശമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സെലക്ഷൻ വളരെ സംതൃപ്തി നൽകുന്ന ഒരു സെലക്ഷനാണ്. പ്രത്യേകിച്ചും ഗില്ലിനെ പുറത്താക്കിയ ഒരു നടപടി, അതിന് ആ ഡിസിഷൻ എങ്ങനെയാണ് ഹാരിസ് കാണുന്നത്? എനിക്കൊന്നും ഗില്ലിന് ശരിക്കും പരിക്കുണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗില്ലിനെ മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ഞാനത് വെറുതെ പറയുന്നതാണ്.
പക്ഷേ ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുകയാണ് എന്നായിരിക്കും പറയാൻ പോകുന്നത്. ആ തീരുമാനം ബ്രേവ് ഡിസിഷനാണ് ഈ സമയത്ത് എന്നുള്ളതാണ്. കാരണം അത്രമേൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 18 കളികളിലായിട്ട് 50 ഇല്ല. കഴിഞ്ഞ 3 ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹം മൊത്തം എടുത്ത റൺസ് ഒറ്റ ഇന്നിങ്സ് കൊണ്ട് സഞ്ജു എടുത്തൊരു ഇന്നിങ്സിന് ശേഷം ഒരു ടീം പ്രഖ്യാപനം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശന സ്ഥലങ്ങൾ T20 ലോകകപ്പിലോ അതിന് മുമ്പൊരു കിവീസ് സീരീസിലോ ഇനി ഒരു പരീക്ഷണത്തിന് മുതിരരുത് എന്ന് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ഗൗതം ഗംഭീറിന് ഒരു ബോധം വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ആകെ ഈ ടീം പ്രഖ്യാപനത്തിൽ ഒരു ഫോം ഔട്ടിൻ്റെ പേരിൽ വിമർശനങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ് മാത്രമാണ്. അദ്ദേഹം പിന്നെ ഫോം ഔട്ട് അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഈ ടീമിൽ എനിക്കാകെ അസംതൃപ്തി ഉള്ളത് സൂര്യകുമാർ യാദവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഔട്ട് ഓഫ് റൺസ് എന്നുള്ളത് അദ്ദേഹം ആ ദിവസമൊക്കെ പറഞ്ഞത് നെറ്റ്സിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പേസർമാർക്കെതിരെയൊക്കെ കഴിഞ്ഞ 10-22 മത്സരങ്ങളിൽ 18 തവണ അദ്ദേഹം പുറത്തായിട്ടുള്ളത് ഈ പേസർമാർക്കെതിരെയാണ് എന്നാലോചിക്കണം. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ 360 മിസ്റ്റർ 360 എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിച്ചൊരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻസിയുടെ ഭാരമെത്തുന്നതോടുകൂടി അദ്ദേഹം സ്ലോട്ട് വെച്ച് മാറുന്നതോടുകൂടി ഇനി ഒരിക്കലും തിലകവർമ്മയുടെ ആ 1 ഡൗൺ സ്ലോട്ടിലേക്ക് അദ്ദേഹത്തിന് കയറി നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം വെച്ച് മാറിയതാണെങ്കിൽ പോലും തിലക് അവിടെ കോൺക്രീറ്റ് ആയി കഴിഞ്ഞു. ഇനി അവിടെ നമുക്ക് മാറ്റാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സഞ്ജുവും അഭിഷേകും ചേർന്ന് നമുക്ക് നൽകുന്നൊരു ടോപ്പ് ഓർഡറിലെ തുടക്കം, അത് കഴിഞ്ഞാൽ ഉടൻ തിലകവർമ്മ വന്നിട്ട് ഒരു എക്സ്പ്ലോസീവ്. ഇവിടെ സൂര്യകുമാർ യാദവ് ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ പോലും പിന്നെ വരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്, റിങ്കു സിംഗ് ആണ്. ഈ ടീമിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വാഷിംഗ്ടൺ സുന്ദറും റിങ്കു സിംഗും ഒരുമിച്ച് ടീമിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജിതേഷ് ശർമ്മ ടീമിൽ നിന്ന് പുറത്താകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ റിങ്കു സിംഗിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമയത്ത് ഏഷ്യ കപ്പിൽ അദ്ദേഹം ടീമിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വാഷിംഗ്ടൺ സുന്ദറിനെ കടന്നിട്ട് അദ്ദേഹം ടീമിലേക്ക് വരുന്നു. പക്ഷേ ഓസ്ട്രേലിയൻ സീരീസിലേക്ക് വരുന്ന സമയത്ത് പിന്നെ വാഷിംഗ്ടൺ സുന്ദർ ടീമിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു മത്സരത്തിൽ നന്നായി ഡെലിവർ ചെയ്യുന്നുണ്ട്. 10-29 പിന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്ന സമയത്ത് ഒരു 27 പന്തിൽ 49 റൺസ് എടുത്തിട്ട് ടീമിനെ ജയിപ്പിക്കുന്നൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഓൾറൗണ്ടർ ഓപ്ഷൻസിനെ വല്ലാതെ പരിഗണിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന അർത്ഥത്തിൽ റിങ്കു സിംഗിൻ്റെ ആ സ്ലോട്ട് വാഷിംഗ്ടൺ സുന്ദറിന് കൊടുക്കുമോ എന്ന അർത്ഥത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അക്സർ പട്ടേൽ ഒരു സ്പിൻ ഓപ്ഷനായിട്ട് എന്തായാലും ടീമിലുണ്ടാകും. വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹം ടീമിലുണ്ടാകും എന്നിരിക്കെ വരുൺ ചക്രവർത്തി ടീമിലുണ്ടാകും, അക്സർ പട്ടേൽ ടീമിലുണ്ടാകും. പിന്നെ ഒരു വാഷിംഗ്ടൺ സുന്ദറിനെ കുറിച്ച് ആലോചിക്കുമോ അതോ റിങ്കു സിംഗിനെ പിന്നെ ഫിനിഷർ റോളിൽ ഇടുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഔട്ട് വെച്ച് അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു മികച്ച ഇലവാണ്. പ്രത്യേകിച്ച് ഒരു 10 മാസക്കാലം സഞ്ജു സാംസൺ ഈ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ T20 ലോകകപ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് സഞ്ജു ഇറങ്ങാതിരുന്നത് നന്നായി എന്നെല്ലാവരും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അമേരിക്കയിലെ ചത്ത പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റർമാർ മുഴുവൻ പിന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ സഞ്ജു മാനസപുത്രനല്ലാത്തതുകൊണ്ട് ഒരു കളിയിൽ ചത്ത പിച്ചൊന്നും കാരണം പറയേണ്ട ആവശ്യമില്ല. ഒരു കളിയിൽ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. പക്ഷെ അന്ന് ഇന്ത്യ കിരീടം അടിച്ചതോടുകൂടി ആ ചർച്ചകളൊക്കെ അവിടെ അവസാനിച്ചു. പിന്നെ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു 2024 മൊത്തം. പിന്നെയും വിട്ട് തട്ടിക്കളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകകപ്പ് പടിവാതിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആശങ്ക തന്നെയായിരുന്നു പിന്നെ പ്രിൻസിന് വേണ്ടി ഒഴിവാക്കുമെന്ന്. പക്ഷേ അവിടെ ഒരു ബ്രേവ് ഡിസിഷൻ എടുക്കുന്നു. അത് ബ്രേവ് ഡിസിഷൻ ഒന്നും അല്ല ശരിക്കും, ഇതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു ഡിസിഷനാണത്. പക്ഷേ ജിയെ സംബന്ധിച്ച് പിന്നെ അഗാർക്കറിനെ സംബന്ധിച്ച് ഒരു ബ്രേവ് ഡിസിഷൻ ആയിട്ടായിരിക്കും. അഗാർക്കറിൻ്റെതായിട്ടുള്ളൊരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗില്ല് ഇൻക്രെഡിബിൾ പ്ലെയർ ആണ്, അതിൽ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അദ്ദേഹം റൺസിന്റെ കാര്യത്തിൽ കുറച്ച് ഷോർട്ടായിരുന്നു എന്ന് അഗാർക്കർ തുറന്ന് കുറച്ചൊന്നുമല്ല, കുറച്ചധികമാണ്. പക്ഷെ കുറച്ചെന്ന് അഗാർക്കർ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഒരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഇത് സമ്മതിക്കാന്നൊരു സാധനം ഉണ്ടല്ലോ, പുറത്താക്കാനുള്ള കാരണം അവർ സമ്മതിക്കുന്നു. അതായത് റൺസ് കുറവാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ BCCIയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ടീം എന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ട് വരും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ആവുന്നു. ഈ രാജകുമാറിന് ഒഴിച്ചിട്ട് ആ ഒരു പൊസിഷൻ അക്സർ പട്ടേലിന് ലഭിക്കുന്നു. പിന്നെ അഭിഷേക് ശർമ്മ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു എന്തായാലും ഉണ്ടാവുമെന്ന് കരുതിയ ഒരാളാണ്. സഞ്ജു സാംസൺ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, റിങ്കു സിംഗ്, ഹർഷിത് റാണ ഇപ്പോൾ അവിടെ ഉണ്ട്, ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, ഇഷാൻ കിഷൻ. എനിക്ക് ഈ സെലക്ഷനിൽ ഏറെ സന്തോഷം തോന്നിയൊരു കാര്യം റിങ്കു സിംഗ് തിരിച്ചെത്തി എന്നുള്ളതാണ്. കാരണം റിങ്കു സിംഗ് പലപ്പോഴും അവഗണന നേരിട്ടൊരു കളിക്കാരനാണ്. നമ്മൾ തന്നെ പല ടാക്ടിക്സിലും പറഞ്ഞിട്ടുണ്ട്. കാരണം മധ്യനിര ഈ ഇന്ത്യ ഓൾറൗണ്ടേഴ്സിന് കുത്തി നിറക്കുന്ന സമയത്ത് പോലും റിങ്കു സിംഗ് ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മധ്യനിരയിൽ അദ്ദേഹം വേണ്ട ഒരു താരമാണ്. കൃത്യമായിട്ടൊരു ഫിനിഷർ എന്ന ലൈനിൽ നമ്മൾ പലപ്പോഴും നമുക്ക് മിസ്സായ ഒരു താരം ഒരു ഫിനിഷറാണ്. ഹാർദിക് പാണ്ഡ്യ അഥവാ ഫോം ഔട്ട് ആകുകയാണെങ്കിൽ മറ്റൊരാൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ റിങ്കു അവിടെ കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇഷാൻ കിഷൻ്റെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് ജയേഷ് പൂക്കോട്ടൂർ ഇങ്ങനെ സംസാരിച്ചു, ഇഷാൻ കിഷൻ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ സാധ്യതയില്ല പറഞ്ഞു.
ഈ ടാക്ട്രിക്സിലെ പ്രഡിക്ഷൻസ് പലതും ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്നലത്തെ തമ്പ് കണ്ടിട്ടാണോ ഇന്ന് അഗാർക്കർ പോയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഗില്ലില്ലാത്ത ടീമാണ്, ടീം സെറ്റാണ് എന്ന് പറഞ്ഞു പിറ്റേന്ന് ഇഷാന്റെ കാര്യം, ഇഷാന്റെ വലിയ സന്തോഷമുണ്ട്. ഇഷാന്റെ വലിയൊരു തിരിച്ചുവരവാണ്. കാരണം ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു ചെറിയ കാലയളവിലാണ് ഇഷാന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിന് ഇഷാന്റെ ജീവിതത്തിൽ വലിയ പ്രത്യേകതകളുണ്ട്. 2022 ഡിസംബറിലായിരുന്നു ഇഷാൻ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി നേടുന്നത്. അന്ന് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ 126 പന്തിൽ അദ്ദേഹം ഡബിൾ സെഞ്ചുറി അടിക്കുകയാണ്. ഏകദിനത്തിൽ അന്നത്തെ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി ആയിരുന്നു. മറികടന്നത് സാക്ഷാൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിനെയാണ്. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല. അത് തന്നെ അവസാന മത്സരത്തിലാണ്. ഇന്ത്യ ആദ്യ 2 മത്സരവും പരാജയപ്പെട്ട് ബംഗ്ലാദേശിനോട് പരമ്പര കൈവിട്ടു നിന്ന സമയത്ത് രോഹിത് ശർമ്മയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ മാത്രം 3ാമത്തെ മത്സരത്തിൽ പരിഗണിച്ച് ആ കിട്ടിയ അവസരത്തിൽ അദ്ദേഹം ഒരു ഡബിൾ സെഞ്ചുറി അടിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് അവസരമൊന്നും കൊടുത്തില്ല. ഇടക്കാലത്ത് KL രാഹുലിനൊരു ഇഞ്ചുറി വന്ന സമയത്ത് ലോവർ ഓർഡറിൽ കളിപ്പിച്ചു. അതിൽ തന്നെ പല്ലേക്കലയിലെ ചത്ത പിച്ചിൽ പാകിസ്ഥാനെതിരെ ഒരു 91 അടിച്ച് അദ്ദേഹം പ്രൂവ് ചെയ്തു. പിന്നീട് കുറച്ചാൾ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടില്ല. ടീമിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വന്നു. പിന്നീട് നിരന്തരം ബെഞ്ചിൽ നിന്നതിലെ ഒരു പ്രശ്നം കാരണം അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം പറഞ്ഞ് അദ്ദേഹം BCCIയുടെ അവധി ചോദിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ സീരീസിന് തൊട്ട് മുമ്പാണ് ഞാൻ കളിക്കാനില്ല, എനിക്ക് കുറച്ച് നാൾ അവധി വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ടീമിൽ നിന്ന് അവധി വയ്ക്കുന്നത്. സ്പോർട്സിൽ നമ്മൾ അത്തരം സംഭവങ്ങളൊന്നും കാണാറില്ല. അതായത് ഫിറ്റായ ഒരു പ്ലെയർ മാനസിക സമ്മർദ്ദം കാരണം അവധി വയ്ക്കുന്നൊരു മൊമെൻറ്റ്. പിന്നീട് അദ്ദേഹം മടങ്ങുന്നു. പിന്നീട് അദ്ദേഹത്തെ കാര്യമായിട്ട് ടീമിലേക്ക് പരിഗണിക്കുന്നില്ല. BCCI സെൻട്രൽ കോൺട്രാക്ട് അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. അച്ചടക്ക നടപടികൾ വരുന്നു. അതിനിടയ്ക്ക് വേറെ അവധി ചോദിച്ച സമയത്ത് ഇദ്ദേഹത്തെ ദുബായിൽ കണ്ടു എന്നുള്ളതുകൊണ്ട് പിന്നീട് ഒരുപാട് വിവാദങ്ങൾ വരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിൽ ചർച്ചകളും മറ്റൊക്കെ വന്നു. IPL പ്രാധാന്യം കൊടുക്കുന്നു. ക്യാമ്പിലൊക്കെ അദ്ദേഹം പരിശീലനത്തിന് പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വലിയ തുകക്കാണ് എടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ടീമിനെ അങ്ങ് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ അവസാനം ഒരു സെഞ്ചുറി അടിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അങ്ങനെ എല്ലാ തരത്തിലും ചിത്രത്തിൽ നിന്ന് പോകുന്ന സമയത്താണ് പിന്നീട് ജാർഖണ്ഡിന് വേണ്ടി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ക്യാപ്റ്റൻ, അതായത് ജാർഖണ്ഡ് ഡൊമസ്റ്റിക്കിൽ 2 കിരീടമേ അടിച്ചിട്ടുള്ളൂ. സയ്യിദ് മുഷ്താഖ് അലി അവരുടെ ആദ്യത്തെ കിരീടവും കൂടിയാണ്. അത് ക്യാപ്റ്റനായിട്ടും പ്ലെയർ ആയിട്ടും മാരക ഫോമിലായിരുന്നു. 500 മുകളിലാണ്. ഫൈനലിലെ സെഞ്ചുറി ഉൾപ്പെടെ ഈ സീസണിൽ 2 സെഞ്ചുറി നേടി. 197 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഈ സയ്യിദ് മുഷ്താഖ് അലിയിൽ 500 മുകളിൽ റൺസ് ഉണ്ട് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. 33 സെഞ്ചുറിയാണ് ഈ മുഷ്താഖ് അലി ടൂർണമെൻറ്റിൽ മാത്രം 33 സിക്സറുകളാണ് ഈ മുഷ്താഖ് അലി ടൂർണമെൻറ്റിൽ മാത്രം അദ്ദേഹം നേടിയിട്ടുള്ളത്. അതിൽ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരങ്ങളിൽ ധോണിയെ റെക്കോർഡ് മറികടന്നു. 2018 IPL ധോണി 30 സിക്സ് അടിച്ചിരുന്നു. അത് 33 സിക്സ് ഈ ഒരു ഡൊമസ്റ്റിക്കിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗംഭീരമായൊരു തിരിച്ചുവരവ് തന്നെയാണ് ഇഷാൻ നടത്തിയിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഇഷാൻ തവണ ടീമിലുണ്ടെങ്കിൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി വന്നു കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത്. കൃത്യമായിട്ട് BCCI അദ്ദേഹത്തെ ടീമിലെടുത്തു. അതിൽ വലിയ സന്തോഷവുമുണ്ട്. ഇനി പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു നല്ല കുട്ടിയായി ടീമിൽ നിന്ന്, കാരണം ഒരുപാട് അദ്ദേഹത്തിന് കളിക്കാനുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. നല്ല കുട്ടിയായി നിന്ന് നല്ല ഫോം തുടർന്ന് ടീമിൽ സ്ഥിരമായിട്ടുണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അദ്ദേഹം നന്നായിട്ട് നല്ല വിക്കറ്റ് കീപ്പറും കൂടിയാണ്. പക്ഷേ ഇഷാന് ഈ പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടുമെന്ന് വിഷയമാണ്. 11 ബുദ്ധിമുട്ടാണ്. ലോകകപ്പ് ടീമിലേക്ക് ഇത്തരം അവസ്ഥയിൽ നിന്ന് പരിഗണിക്കുക എന്ന് പറയുന്നത്, അതും 2 വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാത്തൊരു താരത്തെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതാണ് നമുക്ക് പറഞ്ഞ പോലെ ഈ 11 നമുക്കൊന്ന് പരിഗണിക്കാൻ തോന്നുന്നില്ല. 11 പരിഗണിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഹർഷിത് റാണ വീണ്ടും ടീമിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്, ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല. അതായത് ഒരു വളരെ കുറ്റമറ്റൊരു 11 സഞ്ജു സാംസൺ അവിടെ ഉണ്ട്. പിന്നെ ഈ ഫോമിലല്ലാത്ത ഗില്ലിനെ മാറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ റിങ്കു സിങ്ങിനെ തിരിച്ചു വിളിക്കുന്നു. അതുപോലെ സർപ്രൈസായി ഇഷാൻ കിഷനെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിൽ നല്ലൊരു ടീമാണ്. പക്ഷേ എനിക്കിപ്പോഴും കൺസേൺ ഉള്ളത്, നമ്മൾ കഴിഞ്ഞ മത്സരം തന്നെ കണ്ടു, ക്വിന്റൻ ഡിക്കോക്ക് അടിച്ച് കളിക്കുന്ന സമയത്ത് പോലും നമ്മുടെ 2 ബോളേഴ്സ്, അതായത് അർഷിത് റാണയും അർഷദീപ് ഒരുപാട് വൈഡുകൾ എറിയുന്നു, നോ ബോളുകളൊക്കെ എറിഞ്ഞിട്ട് ഒരു ഭാഗത്ത് പോകുന്നു. പിന്നെ ബുംറയാണ് ശരിക്കും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ബുംറ 4 ഓവറിൽ 16 റൺ എങ്ങാനാണ് കൊടുത്തിരിക്കുന്നത്. 2 വിക്കറ്റ് എടുത്തു. ആ ബുംറ തന്നെയാണ് ക്വിന്റൻ ഡിക്കോക്കിന് പിന്നെ വിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ക്വിന്റൻ ഡിക്കോക്ക് വളരെ മികച്ച രീതിയിൽ കളിക്കുമ്പോൾ നമ്മുടെ പേസർമാർക്ക് ഒരു മറുപടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹർഷിത് റാണ അല്ലെങ്കിൽ അതിനിടയ്ക്ക് എനിക്കൊന്ന് പറയാനുള്ളത്, ക്വിന്റൻ ഡിക്കോക്കിനെ കുറിച്ച് കഴിഞ്ഞ ടാക്ടിക്സിൽ MSK പറഞ്ഞത് സമീപകാലത്ത് വല്ലാത്ത ഫോം, നാവെടുത്തതിന് ശേഷം ക്വിന്റൻ ഡിക്കോക്ക് മികച്ച ഫോമിലാണ്. മുംബൈ ആരാധകർക്കാണ് ഇതിൽ ആഘോഷിക്കാനുള്ളത്. മുംബൈ ആരാധകർ ഇനി MSKയുടെ അപേക്ഷിച്ച് ഞങ്ങളുടെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ചൊന്ന് മോശം പറയുമെന്നല്ല ഞാൻ നിങ്ങളെ സ്റ്റാറ്റ്സ് നോക്കൂ. അതായത് ക്വിന്റൻ ഡിക്കോ തിരിച്ചു വന്നതിന് ശേഷം 1 ഡേകളിൽ മികച്ച രീതിയിൽ
കളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് T20 ഫോം എന്ന് പറയുമ്പോൾ ഈ 2 ഇന്നിങ്സാണ്, ഒരു 90 എന്നുള്ള ഇന്നിങ്സും അതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നിങ്സും. അത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പരമ്പരയാണ്. അപ്പൊ ഫോമിലേക്ക് തിരിച്ചെത്തിയെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന് മുമ്പത്തെ പരമ്പരയിൽ അദ്ദേഹം ഫോം ഔട്ട് ആയിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള പരമ്പരയിലും T20 മത്സരത്തിൽ ഫോം ഔട്ട് ആയിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം 5 മത്സരത്തിൽ അതിന് മുമ്പ് ഒരു കളി നടന്നിട്ടില്ല, 2 കളി മികച്ച രീതി കളിച്ചു, ഒരു കളി ജയിപ്പിച്ചു. അതെ, ആ 90യും ഇന്ത്യക്കെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഞാൻ അതിന് നമ്മൾ ഹർഷിത് ഒരു കേസിൽ ഞാൻ പറയാം, എന്റെ അഭിപ്രായത്തിൽ സിറാജിന് തിരിച്ചു വിളിക്കാമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കൺസേൺ. പക്ഷെ ഹർഷിത് റാണ ഒരു ഓൾറൗണ്ടർ ഓപ്ഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടി വാങ്ങുന്നുണ്ടെങ്കിലും ക്രൂഷ്യൽ വിക്കറ്റുകൾ നേടുന്നുണ്ട്. T20 സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ വിക്കറ്റുകൾ T20 വളരെ പ്രധാനം എക്കണോമിയിൽ ബോൾ ചെയ്യുക എന്നുള്ളതാണ്. ഡോട്ട് ബോളുകൾ ശിവൻ ദൂബയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ ഉള്ളൊരു 11 ആയതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യക്ക് എന്തായാലും ഒരു 4 ഓവർ. ശിവൻ ദൂബയെ നമുക്ക് വേണമെങ്കിൽ ബോളർ ഓപ്ഷൻ ആക്കാം. ഹർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയും ഉണ്ട്. ഇവിടെ ഹർഷിത് റാണയെ കളിപ്പിക്കുന്നത് എവിടെയാണ്? പിന്നെ റിങ്കു സിംഗ് ഒക്കെ ഇറങ്ങുന്നൊരു, ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദർ റിങ്കു സിംഗ് തമ്മിലാണല്ലോ അവിടെ കോമ്പറ്റീഷൻ വരിക. അപ്പോൾ റിങ്കു സിംഗ് ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാനായിരിക്കും കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഹർഷിത് റാണയെ, പിന്നെ ജിയുടെ ആളായതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇന്ത്യൻ ബോളർമാരുടെ പ്രകടനം നോക്കുമ്പോൾ നമ്മുടെ പേസ് ബോളർമാരുടെ കാര്യത്തിൽ ഒരു കൺസേൺ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരം ഇന്ത്യൻ ബോളർമാർ നോക്കിയാലും സൗത്ത് ആഫ്രിക്കന്റെ ബോളർമാർ നോക്കിയാലും താഴെ ഇക്കോണമി ആർക്കും ഇല്ല, ബുംറയ്ക്ക് മാത്രമേ ഉള്ളൂ. സൗത്ത് ആഫ്രിക്കയിൽ 7-ൽ 6 പേരും 10 മുകളിൽ എക്കോണമി വന്നിട്ടുള്ളതാണ്. ഇന്നലെയൊക്കെ ക്രൂഷ്യൽ വിക്കറ്റ്, യാൻസന്റെ ഒക്കെ ക്രൂഷ്യൽ വിക്കറ്റ് മാച്ചാണ്. കാരണം 430 റൺസ് പിറന്ന ഒരു T20 മത്സരം, 40 ഓവറിൽ 430 റൺസ് പിറന്നിട്ടുണ്ട് ആ മത്സരത്തിൽ. അപ്പോൾ ഇന്നലത്തെ ഒരു എക്സെപ്ഷൻ ആയിട്ടാണ്. ഹർഷിത് റാണയുടെ കേസിൽ ഞാൻ ഇപ്പോഴും ആ ഒരു കൺസേൺ. അല്ല, അദ്ദേഹം സ്ക്വാഡിലുള്ള 11ലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു 11 എങ്ങനെയായിരിക്കും? 11 അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, പിന്നെ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, പിന്നെ അക്ഷർ പട്ടേൽ, ശിവൻ ദൂബെ, വരുൺ ചക്രവർത്തി, ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ. പിന്നെ അതിലൊരാളെ വിട്ടുപോയത് എവിടെയാണ്? റിങ്കു സിംഗ്, റിങ്കു വാഷിംഗ്ടൺ സുന്ദർ തമ്മിൽ വാഷിംഗ്ടൺ സുന്ദർ റിങ്കു ആ ലൈനിലായിരിക്കും. ഓൾറൗണ്ടർ 3 സ്പിന്നർമാരിലേക്ക് വരും. അതാണ് വരുൺ ചക്രവർത്തി. ഈ കളി നടക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ ശ്രീലങ്കയുമായിട്ടാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനെതിരായ മത്സരങ്ങൾ വരികയാണെങ്കിൽ എല്ലാം അത് ശ്രീലങ്കയിലായിരിക്കും നടക്കുക. അവിടുത്തെ പിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കണ്ടീഷനിലെ ചില പിച്ചുകളും വെച്ച് നോക്കുമ്പോൾ സ്പിന്നേഴ്സിന് തന്നെയായിരിക്കും പ്രാമുഖ്യം കൊടുക്കാൻ തന്നെയായിരിക്കും ശ്രമം. അങ്ങനെയാണെങ്കിൽ 3 സ്പിന്നർമാരെ വെച്ച് ഇന്ത്യ കളിച്ചാലും അത്ഭുതപ്പെടാനില്ല. അപ്പോഴും 2 പേസർമാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബുംറയും ഹർഷ്ദീപും കളിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ 4 ഓവർ എറിയാനുണ്ട്. ശിവൻ ബോളറായിട്ട് പരിഗണിക്കില്ലെങ്കിൽ 2 ഓവർ എറിയാൻ സാധ്യതയുള്ളൂ. പക്ഷേ ബുംറയും ഹർഷ്ദീപും ഹാർദിക് പാണ്ഡ്യയും തന്നെ 12 ഓവർ എറിയുന്നുണ്ട്. 2 സ്പിന്നർമാരോടായി തീർച്ചയായിട്ടും ആ ഒരു ലൈനിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ 11. എന്തായാലും നമ്മുടെ ഈ സെലക്ഷൻ എന്ന് പറയുമ്പോൾ അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും ഒരു ബാക്ക് ടു ദ ബേസിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ അവർ കൃത്യമായിട്ട് ഒരു വർഷം മുമ്പുള്ള ഇന്ത്യൻ ടീം ഉണ്ടല്ലോ, തിലക് വർമ്മ, ഈ അഭിഷേക്, സഞ്ജു, തിലക് വർമ്മ. കഴിഞ്ഞ ദിവസം നമ്മൾ അതാണ് കണ്ടത്. ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് 200-ന് മുകളിൽ റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു കോംബോ വീണ്ടും ഒരൊറ്റ മാച്ച് കൊണ്ട് ഒരു പഴയ മൊമെന്റ് മൊത്തം എല്ലാവരിലേക്കും തിരിച്ചു വരുന്ന ഒരു സാധനം അല്ലേ. സാധാരണ ഗ്രാജുവലി വരുന്നതാണ്. പക്ഷേ ഇന്നലത്തെ ഒറ്റ മത്സരം കൊണ്ട് എല്ലാവർക്കും മൊത്തത്തിൽ ആ ഒരു മൊമെന്റം വന്ന പോലെ തോന്നി. നമ്മൾ ഈ അഗ്രസീവായി തുടങ്ങുക എന്ന് പറയുന്ന GGRയിലെ ഈ അപ്രോച്ച് ഉണ്ടല്ലോ, അത് മാറിയത് ശുഭ്മാൻ ഗിൽ വന്നതിന് ശേഷമാണ്. അത് തിരിച്ചിട്ടാണ് കുറേ കാലത്തിന് ശേഷം. ഇപ്പോൾ ഈ സീരീസിലെ ഏറ്റവും മികച്ച 1ാം വിക്കറ്റ് കൂട്ടിട്ട് ഇന്നലെ സഞ്ജു, അഭിഷേക് ശർമ്മയും കൂടെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ പവർ പ്ലേ കഴിയുമ്പോഴേക്കും 70 റൺസിനോട് സ്കോർ ചെയ്യുന്നു. അപ്പോൾ പിന്നീട് വരുന്ന കളിക്കാർക്ക് പ്രഷറില്ലാതെ കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ സൂര്യകുമാർ അത് ഡക്കായി പോയാലും, സൂര്യകുമാർ അത് ഫോം ഔട്ട് ആണെങ്കിൽ പോലും, ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പുറത്ത് എത്രയോ ഇരുന്നിട്ട് പോലും യാൻസനെതിരെ അടിക്കുന്ന 6 ഉണ്ടല്ലോ, അത് ഭയങ്കര ക്ലിനിക്കൽ എന്ന് പറഞ്ഞ ടൈമിങ്, റിസ് വർക്ക്, അങ്ങനെ ഭയങ്കര ഓരോ ഷോട്ടുകളും ഓരോ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു സഞ്ജുവിന്റെ എന്നുള്ളതാണ്. ആക്ച്വലി ശുഭ്മാൻ ഗിൽ വന്നപ്പോൾ, ശുഭ്മാൻ ടീമിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ കരുതിയത്, ആ സമയത്ത് നമ്മളറിയാം T20 ആങ്കർ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള സമയത്താണ് ശുഭ്മാൻ ഗില്ലിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്. ആക്ച്വലി T20 ഒരു ആങ്കർ റോള് ഇപ്പോൾ ഇല്ല. T20 ആ ഒരു വിരാട് കോഹ്ലി കാലഘട്ടമൊക്കെ കഴിഞ്ഞു, ഓൾ അറ്റാക്ക് ആണ്. ഇന്നലെ ശരിക്കും ആരും ആങ്കറിങ്ങിന് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ പോലും വന്ന സമയത്ത് ഫസ്റ്റ് 6 ആണ്. മൊത്തത്തിൽ ഇന്നലെ പിന്നെ അഭിഷേക് ശർമ്മ നേരിട്ട ഫസ്റ്റ് പന്ത് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തൊരു ബൗണ്ടറിയാണ്, പിന്നെയും ബൗണ്ടറി. അപ്പോൾ കൃത്യമായിട്ടും ആങ്കർ എന്നുള്ളൊരു പരിപാടി T20 വേണ്ട എന്ന് തെളിയിച്ച് അതാണ് ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റുന്നൊരു ഫോർമുല. ഇപ്പം മറ്റു ടീമുകളെക്കാൾ ഇന്ത്യ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ശുഭ്മാൻ ഗിൽ പോകുന്നതോടുകൂടി ആങ്കർ റോളേ ആവശ്യമില്ല എന്നുള്ളൊരു, കാരണം ഗില്ലുള്ള സമയത്തെ ഒരുപാട് പേരുടെ പൊസിഷനും ഒരുപാട് പ്ലേ, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 2 വർഷത്തിന് ശേഷം ഇഷാൻ ടീമിലേക്ക് വരുമ്പോൾ ഇഷാന്റെ
നഷ്ടപ്പെടലിന് പിന്നിൽ ഒരു കാരണവും ഇല്ലായിരുന്നു. ആ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഇഷാൻ കയറുമെന്ന് ഉറപ്പിച്ച് ഇഷാനും രോഹിത്തും ആയിരിക്കും ഓപ്പൺ ചെയ്യുക എന്ന് ഉറപ്പിച്ചിരുന്നാണ് അപ്രതീക്ഷിതമായിട്ട് അന്ന് ഗില്ലിനെ കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ സഞ്ജു എത്രയോ മാച്ച് ഗില്ലിന് വേണ്ടി മാറേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നീട് വാലറ്റത്ത് ഫിനിഷർ റോളിൽ അവിടെ ജിതേഷ് മതി എന്ന് പറഞ്ഞ സമയമായപ്പോഴേക്ക് അവിടെ സഞ്ജുവിന് അവിടെ സ്ലോട്ടില്ലാതെ പോയി. അങ്ങനെ ഒരൊറ്റ പ്ലെയർ മാറി നിന്നപ്പോഴേക്ക് ടീമിന് മൊമെൻറ്റം തന്നെ തിരിച്ചു വന്നൊരു കാര്യമാണുള്ളത്. പക്ഷേ ഗില്ല് നമുക്കറിയാം, അദ്ദേഹം ടെസ്റ്റിലായാലും വൺഡേയിലായാലും നമ്മുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. അദ്ദേഹം ആ 2 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യട്ടെ, T20യിൽ നിന്ന് മാറി നിൽക്കട്ടെ അല്ലേ. തീർച്ചയായും. ഒപ്പം തന്നെ ഇത് ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുടെ T20ക്കുള്ള ടീമിനെയും കൂടിയാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൽ തന്നെ ന്യൂസിലൻഡിനായ അവസാന മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ കളിക്കാൻ പോകുന്ന വേൾഡ് കപ്പിലേക്കാണ്. അപ്പോൾ ആ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു മത്സരത്തിൽ സഞ്ജു സ്വന്തം നാട്ടില് ആദ്യത്തെ അതായത് എ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന് വേണ്ടി, സീനിയർ ടീമിന് വേണ്ടിയിട്ട് അല്ലാതെ കളിക്കുന്ന മൊമെന്റ് ഒരു വല്ലാത്ത മൊമെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ ലോകകപ്പിന് പോകുന്നു. അപ്പോൾ ലോകകപ്പില് സഞ്ജു അങ്ങ് തിളങ്ങി അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തിളക്കം ഉണ്ടാവട്ടെ. കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ സഞ്ജു മാത്രമല്ല ഇന്ത്യൻ ടീം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ ആ ഒരു മൊമെൻറ്റം വരാനിരിക്കുന്ന ന്യൂസിലാൻഡ് സീരീസിലും അതിനൊപ്പം തന്നെ ഈ ലോകകപ്പിലും തുടരട്ടെ എന്ന് നമുക്ക് ഈ സമയത്തിൽ പ്രാർത്ഥിക്കാം. അതിനൊപ്പം തന്നെ ഈ ടീം എന്ന് പറയുമ്പോൾ ഈ വളരെ നല്ലൊരു ടീമിന് തന്നെയാണ് ഈ ഒരു രീതിയിൽ അജിത് അഗാർക്കർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും അതുപോലെ ഗൗതം ഗംഭീർ കോച്ചും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ വളരെ മികച്ചൊരു ടീം തന്നെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ടീം ലോകകപ്പിലും വിജയങ്ങൾ നമുക്ക് കൊണ്ടുവരട്ടെ. പ്രാക്ടീസ് ഇവിടെ അവസാനിക്കുന്നു.